നമസ്കാരം. അപ്പം എന്താണ് വംശഹത്യ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് ഒരു പ്രത്യേക വംശത്തിൻ്റെ സാന്നിധ്യം തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെ കൊന്നൊടുക്കുന്നതിനെയാണ് വംശഹത്യ എന്ന് പൊതുവിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ധാരാളം വംശഹത്യകൾ നടന്നിട്ടുണ്ട്. ടുട്സി ഗോത്രജരും ഹുട്ടു ഗോത്രജരും തമ്മിലുള്ള സ്പർദ്ധ വളർന്നപ്പോൾ അത് റുവാണ്ടൻ വംശഹത്യയായി പരിണമിച്ചിട്ടുണ്ട്. അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് റുവാണ്ടയിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് അൻഫാൽ വംശഹത്യ നടന്നിട്ടുണ്ട്. സദ്ദാം ഹുസൈനും അനുചരന്മാരും ചേർന്ന് കുർദുകളെയും അസീറിയൻ വംശജരായ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയതിനാണ് അൻഫാൽ വംശഹത്യ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ സോമാലിയയിൽ വംശഹത്യ നടന്നിട്ടുണ്ട്. പ്രസിഡന്റായിരുന്ന സിയാദ് ബാറെ തൻ്റെ വൈരാഗ്യം തീർത്തപ്പോൾ, ഇഷാക്കുകളോടുള്ള വൈരാഗ്യം തീർത്തപ്പോൾ അത് ഇഷാക്ക് വംശഹത്യയായി പരിണമിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് 10,000-കണക്കിന് ഇഷാക്കുകളാണ് സോമാലിയയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്കറിയാവുന്ന ഏറ്റവും വലിയ വംശഹത്യ അല്ലെങ്കിൽ വംശഹത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സംഗതി എന്ന് പറയുന്നത് ഹോളോകോസ്റ്റ് ആണ്, ജൂത വംശഹത്യ. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസികൾ ജൂതന്മാരോടുള്ള പക തീർത്ത സംഭവത്തിനെയാണ് ഹോളോകോസ്റ്റ് എന്ന് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വംശഹത്യകളെ പറ്റി പഠിക്കുമ്പോൾ വംശഹത്യകളുടെ യഥാർത്ഥ കാരണം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോത്രം, ഗോത്രീയത, ദേശം, ദേശീയത, മതം, മതാത്മകത എന്നീ ഘടകങ്ങളാണ് വംശഹത്യകൾക്ക് നിദാനമായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ്. പൊതുവിൽ ഇതെല്ലാം മതാത്മകമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം മതം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മതം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വിചാരങ്ങൾക്ക് വലിയ സ്ഥാനമില്ലാത്ത വികാരങ്ങൾക്ക് മാത്രം സ്ഥാനമുള്ള ഒരു സംഗതി എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താധാര എന്നാണ്. അപ്പോൾ പൊതുവിൽ ഇതൊക്കെ മതാത്മകമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഗോത്രം, ഗോത്രീയത, ദേശം, ദേശീയത ഒക്കെ മതാത്മകം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇനി ഇത്തരത്തിൽ വംശഹത്യകൾക്ക് വഴിമരുന്നിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ വംശഹത്യകളിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു മതമോ മതവിശ്വാസികളോ മാത്രമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. ഒട്ടുമുക്കാൽ എല്ലാ മതങ്ങളും വംശഹത്യകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു മതത്തിൻ്റെയും കൈ പരിശുദ്ധമല്ല. എല്ലാ മതത്തിൻ്റെയും കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്നുള്ളത് ശാശ്വതമായിട്ടുള്ള ഒരു സത്യമാണ്. ആർക്കും നിഷേധിക്കുവാനായിട്ട് സാധിക്കില്ല. പിന്നെ ഞാൻ സംസാരിക്കുവാനായിട്ട് ഒരുമ്പെടുന്നത് അർമീനിയൻ വംശഹത്യയെ പറ്റിയാണ്. അർമീനിയൻ വംശഹത്യ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞത് ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, മറക്കുക, അത് ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്, ഇനി ഓർക്കേണ്ട കാര്യമില്ല, അത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് അർമേനിയൻ വംശഹത്യയെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അർമേനിയൻ വംശഹത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വളരെ ലളിതമാണ്. ഓട്ടോമൻ തുർക്കികളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിസ്റ്റുകൾ അർമേനിയക്കാരായ ക്രിസ്തുമത വിശ്വാസികളെ അതിദാരുണമായി കൊന്നൊടുക്കിയ സംഗതിയാണ് അർമീനിയൻ വംശഹത്യ. ഉത്തരം അത്ര ലളിതമാണ്. അതിന് പൊടിപ്പിൻ്റെയും തൊങ്ങലിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അർമീനിയൻ വംശഹത്യയെ പറ്റി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു നഗരവും ഒരു രാജ്യവും ഉണ്ട്. നഗരം എന്ന് പറയുന്നത് ഇസ്താംബൂളാണ്, തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബൂൾ. ഈ ഇസ്താംബൂളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്താംബൂൾ ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും പ്രബലമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. മാത്രവുമല്ല പല കാലഘട്ടങ്ങളിൽ പല പേരുകളിൽ ഇസ്താംബൂൾ അറിയപ്പെട്ടിട്ടുണ്ട്. ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ബൈസാൻഡിയം എന്നറിയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കോൺസ്റ്റന്റൈൻ പിടിച്ചടക്കിയപ്പോൾ കോൺസ്റ്റന്റൈൻ്റെ സ്മരണാർത്ഥം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പേര് മാറ്റപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഓട്ടോമൻ തുർക്കികളുടെ കീഴിലാണ് ഇസ്താംബൂൾ ആയി മാറുന്നത്. ഇന്നും ഇസ്താംബൂളായി മാറി തുർക്കിയുടെ തലസ്ഥാനമായി നിലകൊള്ളുകയാണ് ഈ നഗരം ചെയ്യുന്നത്. ഇനി രാജ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും അർമീനിയയാണ്. കാരണം അർമീനിയയാണല്ലോ അർമീനിയൻ വംശജരുടെ മാതൃരാജ്യം എന്ന് പറയുന്നത്. അർമീനിയ പടിഞ്ഞാറൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇറാൻ, അസർബൈജാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടയിലായിട്ടാണ് അർമീനിയ സ്ഥിതി ചെയ്യുന്നത്. ഇനി അർമീനിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. അർമീനിയ ലോകത്തിൽ ആദ്യമായി ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച രാജ്യമാണ്. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ തന്നെ അർമേനിയ ക്രിസ്തുമതത്തിനെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇത്തരത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ ക്രിസ്തുമതം ഔദ്യോഗിക മതമായ അർമീനിയ എങ്ങനെ മുസ്ലിങ്ങളുടെ കൈകളിൽ എത്തിപ്പെട്ടു എന്നതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 2 സന്ധികളുടെ ഭാഗമായിട്ടാണ് എന്നാണ്. അമാസ്യ സന്ധി എന്ന് പറയുന്ന 1555 ഒപ്പുവെച്ച ഒരു സന്ധി, അതുപോലെ 1639 ഒപ്പുവെച്ച സുഹാബ് സന്ധി എന്ന് പറയുന്ന മറ്റൊരു സന്ധി. ഈ 2 സന്ധികളുടെ ഫലമായിട്ടാണ് അർമീനിയ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ കൈവശത്തിൽ ആവുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഈ സന്ധികൾ ഒപ്പുവെച്ചത്? ഓട്ടോമൻ തുർക്കികളും ഇറാനികളും തമ്മിലാണ്. ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശം, സഫവിദ് രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജവംശം, പിന്നീട് ഭരിച്ചിരുന്ന പഹ്ലവികളുടെ മുൻതലമുറയായിരുന്നു സഫവിദുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരും
തുർക്കികളും തമ്മിൽ, ഓട്ടോമൻ തുർക്കികളും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്നു, നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങൾ. ഒടുവിൽ ഇവർ സമാധാന പ്രക്രിയയിൽ എത്തിപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഇവർ 2 സന്ധികൾ ഒപ്പുവെക്കുന്നു. 1555 അമാസ്യ സന്ധിയും 1639 സുഹാബ് സന്ധിയും. അപ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അർമീനിയ എന്ന് പറയുന്നത് തുർക്കിക്കും ഇറാനും മധ്യത്തിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ സന്ധി ഒപ്പുവെച്ചപ്പോൾ മധ്യത്തിലുള്ള ഈ രാജ്യത്തെ ഇവർ വിഭജിച്ചെടുക്കുകയാണ് ചെയ്തത്. അർമീനിയ വിഭജിക്കപ്പെടുന്നു. പടിഞ്ഞാറൻ അർമീനിയയും കിഴക്കൻ അർമീനിയയുമായി വിഭജിക്കപ്പെടുന്നു. പിന്നീട് ആ വിഭജനം ശാശ്വതമായി മാറുന്നു. പിന്നീട് പടിഞ്ഞാറൻ അർമീനിയ തുർക്കിയുടെ ഭാഗമാകുന്നു. പിന്നീട് അത് ഓട്ടോമൻ അർമീനിയ എന്ന പേരിൽ അറിയപ്പെടുവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഓട്ടോമൻ തുർക്കിയുടെ ഭാഗമായി തീർന്നപ്പോൾ, ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ, സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ അധീനതയിലായി തീർന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം എങ്ങനെയായിരുന്നു ഭരണം എന്ന് പറയുന്നത് ഓട്ടോമൻ തുർക്കികൾ അർമീനിയക്കാർക്ക് സ്വയംഭരണാവകാശം നൽകിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. മില്ലറ്റുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം വഴി അർമീനിയക്കാർ തന്നെ ഭരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അർമീനിയക്കാരിൽ 70% ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ദരിദ്രരായിരുന്നു. പിന്നീട് മറ്റൊരു ചെറിയ 30% വരുന്ന ജനങ്ങൾ, ആമിറ ക്ലാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം, ഇവർ അതിസമ്പന്നരുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണ് യഥാർത്ഥത്തിൽ അർമീനിയക്കകത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അർമീനിയയിലെ ക്രിസ്ത്യാനികൾ 3 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അർമീനിയൻ പ്രൊട്ടസ്റ്റന്റുകൾ ഉണ്ടായിരുന്നു, അർമീനിയൻ കത്തോലിക്കർ ഉണ്ടായിരുന്നു, അതുപോലെ അർമീനിയൻ അപ്പസ്തോലികർ എന്ന് പറയുന്ന മറ്റൊരു സഭയും. യഥാർത്ഥത്തിൽ അർമീനിയൻ അപ്പസ്തോലികരായിരുന്നു ഏറ്റവും വലിയ അർമീനിയൻ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത്. ഇതാണ് തുടക്കത്തിൽ ഓട്ടോമൻ തുർക്കികളുടെ കീഴിലായപ്പോൾ അർമീനിയയിൽ സംഭവിച്ചത്. പിന്നീട് ഘട്ടം ഘട്ടമായി ഓട്ടോമൻ തുർക്കികളുടെ സ്വഭാവം മാറുകയാണ്. അപ്പം അത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിനകത്ത് എത്ര അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 3 മില്യൺ 30 ലക്ഷത്തോളം ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ ഇവരുടെ ജീവിതം സന്തോഷപ്രദമായിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയി. പിന്നീട് ഇവർ 2ാം കിട പൗരന്മാരായിട്ട് പരിഗണിക്കപ്പെട്ടു തുടങ്ങുകയാണ്. അതോടുകൂടി ഇവരുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നു എന്ന് പറയാവുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ദിമ്മിത്വം നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം എന്താണ് ദിമ്മിത്വം അല്ലെങ്കിൽ ദിമ്മിറ്റ്യൂഡ് എന്നൊക്കെ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനകത്ത് മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനത്തിനെയാണ് ദിമ്മിത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് ഇസ്ലാമിസ്റ്റുകളോട് എന്താണ് ദിമ്മിത്വം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് വളരെ വലിയൊരു ബഹുമതിയാണ്, നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അതിലുണ്ട്, സംരക്ഷിക്കപ്പെട്ടവനെന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെയാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ദിമ്മിത്വം? ദിമ്മിത്വം എന്ന് പറയുന്നത് 2ാം കിട പൗരത്വമാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനകത്ത് 1ാം കിട പൗരന്മാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിരിക്കും, ജൂതന്മാരും ക്രിസ്ത്യാനികളും. അല്ല എന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങൾ 2ാം കിട പൗരന്മാരായിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇനി അവകാശങ്ങളുടെ കാര്യത്തിൽ 1ാം കിട പൗരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളും 2ാം കിട പൗരന്മാരായിട്ടുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് പാക്ട് ഓഫ് ഉമറിൽ നിന്നാണ്. എന്താണ് പാക്ട് ഓഫ് ഉമർ? പാക്ട് ഓഫ് ഉമർ എന്ന് പറയുന്നത് ഉമർ 2ാമൻ ഖലീഫ തയ്യാറാക്കിയ ഒരു രേഖയാണ്. അദ്ദേഹം ഒപ്പിട്ട ഒരു ഔദ്യോഗിക രേഖയാണ്. ഇത് വിക്കിപീഡിയയിൽ ലഭ്യമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗാന്ധിയുടെ സ്തുതിയും ഖലീഫ ഉമറിൻ്റെ തനിനിറവും എന്നാണ് ആ വീഡിയോയുടെ പേര്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ദയവായി ആ വീഡിയോ കൂടി കാണുക. ആ വീഡിയോ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഗാന്ധി യഥാർത്ഥത്തിൽ ഖലീഫ ഉമറിൻ്റെ ഭരണത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. ഖലീഫ ഉമറിൻ്റേതുപോലെയുള്ള ഒരു ഭരണം ഇന്ത്യയിൽ വന്നു കണ്ടിരുന്നുവെങ്കിലെന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഖലീഫ ഉമറിൻ്റെ ഭരണം എന്ന് പറയുന്നത് തികച്ചും മാനവിക വിരുദ്ധവും ക്രൂരവുമായിരുന്നു. ദിമ്മിത്വം നിലനിന്നിരുന്നു. ക്രിസ്ത്യാനികളും ജൂതന്മാരും 2ാം കിട പൗരന്മാരായിരുന്നു എന്നൊക്കെയാണ് ചരിത്രപരമായ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് അത് ഗാന്ധി പുകഴ്ത്തിയ ഖലീഫ ഉമർ വേറെ ഖലീഫ ഉമറാണ്, ഇത് വേറെ ഖലീഫ ഉമറാണ് എന്നൊക്കെയാണ്. ശരിയാണ്, 2 ഖലീഫ ഉമർമാർ ചരിത്രത്തിലുണ്ട്, 1ാമനും 2ാമനും ഉണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഗാന്ധി പുകഴ്ത്തിയത് ഏത് ഖലീഫ ഉമറിനെയാണ് എന്നത് സംബന്ധിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത്.
കാരണം ഗാന്ധി യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഖലീഫ ഉമറിനെ പുകഴ്ത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് ഇസ്ലാമിസ്റ്റുകൾ തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയായിരിക്കുവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ചരിത്രത്തിൽ ഞാൻ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു രേഖയും ലഭ്യമായിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഗാന്ധി എപ്പോൾ എവിടെ വെച്ച് ഖലീഫ ഉമറിൻ്റെ മരണത്തെ പുകഴ്ത്തി പറഞ്ഞു എന്നത് സംബന്ധിക്കുന്ന രേഖ ലഭിക്കുന്നുണ്ടെങ്കിൽ ദയവായി എനിക്ക് കമൻറ്റ് ബോക്സിൽ അയച്ചു തരിക എന്നാണ് എനിക്ക് ഇസ്ലാമിസ്റ്റുകളോട് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. പാക്ട് ഓഫ് ഉമർ അനുസരിച്ച് ഭരിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ ജീവിതം ദുരിതപൂർണമായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികളുടെ ജീവിതം ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിനകത്ത് മാറിമറിഞ്ഞത്. എന്താണ് സംഭവിച്ചത്? 2 കാരണങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന്, ദിമ്മികൾക്ക്, അതായത് ക്രിസ്തുമത വിശ്വാസികൾക്ക് ആയുധങ്ങൾ കൈവശം വെക്കുവാനുള്ള അവകാശമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവരെ ആരെങ്കിലും കൊള്ളയടിക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കില്ല. നഗരങ്ങളിൽ ജീവിച്ചിരുന്ന അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികൾ പ്രധാനമായും കച്ചവടക്കാരായിരുന്നു. അവരെ ഇത് വല്ലാതെ ബാധിച്ചു. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഈ ദിമ്മികളുടെ സാക്ഷി പറച്ചിൽ കോടതികൾ അംഗീകരിക്കില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയുവാൻ ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ, അതായത് അമുസ്ലിങ്ങൾക്ക് അവകാശമില്ല, ദിമ്മികൾക്ക് അവകാശമില്ല. സ്വാഭാവികമായും മുസ്ലിങ്ങൾ ഇവരോട് എന്തെങ്കിലും അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ഇവരുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നത്. ഇനി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്ക് മറ്റൊരു മാറ്റം സംഭവിക്കുന്നു. ട്രിപ്പിൾ എൻറ്റൻറ്റ് എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിക്കപ്പെടുകയാണ്. ട്രിപ്പിൾ എൻറ്റൻറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 3 രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യമാണ്. ഫ്രാൻസും ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള സഖ്യം. ഇവർ അന്താരാഷ്ട്ര തലത്തിൽ കുറേ നീക്കങ്ങൾ നടത്തുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇവർ ഓട്ടോമൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കണം, ഇതൊന്നും ശരിയല്ല, അർമേനിയൻ വംശജരെ ഇനിയെങ്കിലും നിങ്ങൾ തുല്യരായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്, ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്നൊക്കെ പറയുമ്പോൾ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മാനവിക ബോധം ലോകത്ത് മൊട്ടിട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിക ലോകവും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇവർ പഴയതുപോലെ തന്നെ അടിമക്കച്ചവടവും അടിമത്വവും ദിമ്മിത്വവും 1-ാം കിട പൗരനും 2-ാം കിട പൗരനും പാക്ട് ഓഫ് ഉമറും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു, മതവും മുറുകെ പിടിച്ചുകൊണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് ദേഷ്യം വന്നു എന്നുള്ളതാണ് വസ്തുത. ഇവർ കൂടുതൽ ക്രൂരമായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. അതേസമയം തന്നെ 1878 റൂസോ തുർക്കിഷ് വാർ അവസാനിക്കുകയാണ്. റൂസോ തുർക്കിഷ് വാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റഷ്യയും തുർക്കിയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ അവസാനത്തിൽ തുർക്കി ദയനീയമായി പരാജയപ്പെടുകയാണ് റഷ്യയുടെ മുൻപിൽ. അപ്പോൾ റഷ്യക്കാർക്ക് സ്വാഭാവികമായും അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികളുമായി ചില ബന്ധങ്ങളുണ്ട് എന്ന് തുർക്കി ഭരണകൂടത്തിന് അറിയാമായിരുന്നു. സ്വാഭാവികമായും അവരുടെ രോഷം വർദ്ധിച്ചു എന്നുള്ളതാണ് വസ്തുത. ഇത് മറ്റൊരു പ്രകോപനം എന്ന് പറയുന്നത്, 1870-കളോടുകൂടി അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ ചില പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. SDHP എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് ഹ്യുൻജക്കിൻ പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. ഹ്യുൻജക്കിൻ എന്നുള്ളത് അർമേനിയൻ ഭാഷയിലുള്ള ഒരു പദമാണ്. അതുപോലെ തന്നെ അർമേനിയൻ റെവല്യൂഷണറി ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ രൂപപ്പെടുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? യൂറോപ്പിൽ പോയി വിദ്യാഭ്യാസം നിർവഹിച്ച് മടങ്ങി വന്ന യുവാക്കളായിട്ടുള്ള ഇൻ്റലക്ച്വൽസ് ആയിരുന്നു. അപ്പോൾ ഇതുകൂടി ആയപ്പോൾ, ഇവർ കൂടി അർമേനിയൻ വംശജരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തുർക്കി ഭരണകൂടം ഒരു തീരുമാനത്തിലെത്തുകയാണ്, ഇനി ഇവരെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ആ തീരുമാനം എത്രമാത്രം ക്രൂരമായിട്ടാണ് നടപ്പിലാക്കപ്പെട്ടത് എന്ന് നോക്കാം. ഇനി എപ്പോഴാണ് അർമേനിയൻ വംശഹത്യ ആരംഭിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ 1915-ലാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്നാൽ വസ്തുത എന്ന് പറയുന്നത് 1890-കളുടെ അവസാനത്തിൽ തന്നെ വൻതോതിൽ അർമേനിയക്കാരെ കൊന്നൊടുക്കുന്ന പ്രക്രിയ ആരംഭിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. 1890-കളുടെ അവസാനത്തിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ തന്നെ നിയോഗിക്കുന്നുണ്ട്. ഇവർ അർമേനിയക്കാരുടെ പട്ടണങ്ങൾ, ജാസൂൻ, സെയ്റ്റൻ പോലെയുള്ള വലിയ പട്ടണങ്ങൾ നശിപ്പിക്കുകയും വലിയ കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1915 എന്താണ് സംഭവിച്ചത്? തുർക്കി ഭരണാധികാരികൾ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. എന്തായിരുന്നു ആ മാറ്റം? പൊതുവിൽ ഫാസിസ്റ്റ് ഭരണാധികാരികൾ എല്ലായ്പ്പോഴും എടുത്തു പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. തങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പൊതുശത്രുവാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. അത് തുർക്കി ഭരണാധികാരികളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തുർക്കി ഭരണാധികാരികൾ 1915 വലിയ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ്.
അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികൾ തുർക്കിയിൽ നിന്നുകൊണ്ട് തുർക്കിക്കെതിരായി പ്രവർത്തിക്കുന്നവരാണ്, രാജ്യദ്രോഹികളാണ്, ചാരന്മാരാണ്, അവർ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരായ ഒരു പൊതുവികാരം ജനങ്ങളുടെ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൃത്യമായി ഇവരെ ഉന്മൂലനം ചെയ്യുകയാണ് തുർക്കി ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മതപരത എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുർക്കിയിൽ യഥാർത്ഥത്തിൽ മതത്തിന് ഒരു തലവനുണ്ടായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാമി എന്ന പേരിൽ, ഷെയ്ഖുൽ ഇസ്ലാമി എന്ന പദവിയിൽ അറിയപ്പെടുന്ന ഒരു തലവൻ. ധാരാളം ഷെയ്ഖുൽ ഇസ്ലാമാർ ഉണ്ടായിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിനും 20-ാം നൂറ്റാണ്ടിനും ഇടയിൽ മാത്രം 130ഓളം ഷെയ്ഖുൽ ഇസ്ലാംമാർ ഉണ്ടായിട്ടുണ്ട്. ഈ ഷെയ്ഖുൽ ഇസ്ലാംമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഫത്വ പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഫത്വ പുറപ്പെടുവിക്കുകയാണെങ്കിൽ പിന്നീട് മതവിശ്വാസികൾ അത് അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അതനുസരിച്ച് ശിരസ വഹിച്ച് അതിന് അനുസൃതമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിക്കുന്നു. ആ ഫത്വയിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ ജിഹാദിനുള്ള ആഹ്വാനമായിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായി ജിഹാദ്, വിശുദ്ധ യുദ്ധം നടത്തണമെന്നുള്ളതായിരുന്നു വസ്തുത. സ്വാഭാവികമായും ക്രിസ്ത്യാനികളുടെ പതനം പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള എല്ലാ മതവിശ്വാസികളും ഈ ഫത്വ അനുസരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്, എല്ലാ മുസ്ലിം മതവിശ്വാസികളും. ഇനി ഭരണാധികാരികളെ പറ്റി പറയുമ്പോൾ 3 പാഷമാരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. 3 പാഷമാർ എന്ന് പറയുമ്പോൾ പാഷ എന്നതുകൊണ്ട് ഓട്ടോമൻ തുർക്കിയിലെ ഭരണാധികാരികളെയാണ് ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് ആ 3 പാഷമാർ? മുഹമ്മദ് തലാത്ത് പാഷ എന്ന് പറയുന്ന ഒരു വ്യക്തി, പിന്നീട് ഇസ്മയിൽ അൻവർ പാഷ എന്ന് പറയുന്ന മറ്റൊരു പാഷ, അതുപോലെ തന്നെ അഹമ്മദ് കമാൽ പാഷ എന്ന് പറയുന്ന മറ്റൊരു പാഷ. ഇവരാണ് 3 ഭരണാധികാരികളെ. ഇനി ചില ഉദ്യോഗസ്ഥന്മാരും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഡോക്ടർ നാസിം ബേ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഡോക്ടർ നാസിം ബേ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹം വലിയ തസ്തികകളിൽ, വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനും അർമേനിയൻ വംശജരോട് വലിയ പക ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ ബഹാദ്ദീൻ ഷാക്കീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ ബഹാദ്ദീൻ ഷാക്കീറും ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു. വലിയ ഉന്നത പദവികളിൽ ഇരുന്നിട്ടുണ്ട് ഓട്ടോമൻ തുർക്കി ഭരണാധികാരികളുടെ കീഴിൽ. അദ്ദേഹത്തിനും അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികളോട് വലിയ പകയായിരുന്നു. അപ്പോൾ ഈ 6 വ്യക്തികൾ ഒന്നു ചേർന്നപ്പോൾ ഒന്നുകൂടി പറയാം, 3 പാഷമാർ, മുഹമ്മദ് തലാത്ത് പാഷ, ഇസ്മയിൽ അൻവർ പാഷ, അഹമ്മദ് കമാൽ പാഷ, അതുപോലെ ഡോക്ടർ നാസിം ബേ, ഡോക്ടർ ബഹാദ്ദീൻ ഷാക്കീർ, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ ഒത്തുചേർന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ ഉന്മൂലനം ആരംഭിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതിന് നിദാനമായിട്ടുള്ള തെളിവുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഡോക്ടർ നാസിം ബേ CUP കോൺഫറൻസ് ഫെബ്രുവരി 1915 നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. CUP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനമാണ്. കമ്മിറ്റി ഫോർ യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ക്രിസ്തുമത വിശ്വാസികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ CUP കോൺഫറൻസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. നാസിം ബേ 1915 ഫെബ്രുവരിയിൽ, "It is absolutely necessary to eliminate the Armenian people in its entirety, so that there is no further Armenian on this earth, and the very concept of Armenia is extinguished" എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി അർമീനിയക്കാരുണ്ടായിരിക്കാൻ പാടില്ല, അർമീനിയ എന്ന് പറയുന്ന ആശയം പോലും ഇനി നിലനിൽക്കുവാനായിട്ട് പാടില്ല എന്ന് ഡോക്ടർ നാസിം ബേ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതയാണ് മുൻപ് സൂചിപ്പിച്ച ഡോക്ടർ ബഹാദ്ദീൻ ഷാക്കീർ 1915 മാർച്ച് 3-ാം തീയതി എഴുതിയിട്ടുള്ള ഒരു കത്തിൽ അടങ്ങിയിട്ടുള്ള വസ്തുതയാണ്. അത് ഞാൻ വായിക്കാം. "The Committee of Union and Progress (CUP) has decided to annihilate all Armenians living within Turkey, not to allow a single one to remain, and has given the government broad authority in this regard. On the question of how this killing and massacring will be carried out, the government will give necessary instructions to the provincial governors and army commanders" എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നുണ്ട്. പട്ടാള ഭരണാധികാരികൾക്കും അതുപോലെ പ്രവിശ്യ ഭരണാധികാരികൾക്കും അത് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് വളരെ കൃത്യമായി ഡോക്ടർ ബഹാദ്ദീൻ ഷാക്കീർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു തെളിവ് എന്ന് പറയുന്നത് മുൻപ് സൂചിപ്പിച്ച ഭാഷ മുഹമ്മദ് തലാത്ത് ഭാഷ ഒരു ജർമ്മൻ നയതന്ത്രജ്ഞനോട് 1915 ജൂണിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതിങ്ങനെയാണ്: "Turkey is taking advantage of the war in order to thoroughly liquidate its internal force, the indigenous Christians, without being thereby disturbed by foreign intervention. What on earth do you want? The question is settled. There are no more Armenians" എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പദപ്രയോഗം ശ്രദ്ധിക്കുക. ഇന്റേണൽ ഫോഴ്സ്,
ആഭ്യന്തര ശത്രുക്കൾ എന്നാണ്. അതായത് തുർക്കിയുടെ അകത്തു നിന്നുകൊണ്ട് തുർക്കിക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കളാണ് ഇൻഡിജീനിയസ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അർമേനിയൻ വംശജരായ ക്രിസ്തുമത വിശ്വാസികളാണ്. അപ്പോൾ വാട്ട് ഓൺ എർത്ത് ഡു യു വാണ്ട്, ദ ക്വസ്റ്റ്യൻ ഈസ് സെറ്റിൽഡ്, ദർ ആർ നോ മോർ അർമേനിയൻസ്. ഇപ്പോൾ തീരുമാനം എടുക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി അർമേനിയക്കാരില്ല എന്നാണ് അഹമ്മദ് തലാത്ത് പാഷ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് നിദാനമായിട്ടുള്ള തെളിവുകൾ. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വസ്തുതകളും സംഭാഷണങ്ങളും ഒക്കെയാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ വംശഹത്യ എത്ര ക്രൂരമായിരുന്നു എന്ന് നോക്കാം. 1915 ഏപ്രിൽ 24 അർമേനിയയുടെ ചരിത്രത്തിൽ റെഡ് സൺഡേ, ചുവന്ന ഞായർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണത്? കാരണം അന്നാണ് അർമേനിയൻ വംശഹത്യ ഔദ്യോഗികമായി ആരംഭിക്കപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അന്നെന്താണ് സംഭവിച്ചത്? അന്ന് വൈകുന്നേരം അർമേനിയൻ ജനതയുടെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്ന 250 വ്യക്തികളെ, 250 ഇൻ്റലക്ച്വൽസിനെ തുർക്കി ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്യുകയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. ചിലരൊക്കെ നാടുകടത്തപ്പെട്ടിട്ടുണ്ട്, ബഹുഭൂരിപക്ഷവും വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി കുറച്ച് ദിവസങ്ങൾക്കിപ്പുറത്ത് മെയ് 23 മുഹമ്മദ് തലാത്ത് പാഷ എന്ന ഭരണാധികാരി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അദ്ദേഹം പട്ടാളത്തോട് പറഞ്ഞത് രാജ്യദ്രോഹികളായിട്ടുള്ള ഈ അർമേനിയൻ ജനതയെ ഇവിടെ നിന്ന് നാടുകടത്തുക എന്നായിരുന്നു. എങ്ങോട്ടാണ് നാടുകടത്തേണ്ടത്? സിറിയയിൽ ദെയ്ർ അസോർ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. ദമാസ്കസിൽ നിന്ന് 450 കിലോമീറ്റർ മാറി മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. അവിടേക്ക് തെളിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നു. പട്ടാളം മുഹമ്മദ് തലാത്ത് പാഷയുടെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അർമേനിയൻ ജനതയെ തെളിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ആരംഭിക്കുന്നു. യാത്രയിലുടനീളം ഭക്ഷണവും വെള്ളവും ഒക്കെ നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർ മാർഗമധ്യത്തിൽ മരണപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. യാത്ര ആരംഭിച്ചവരിൽ ബഹുഭൂരിപക്ഷവും ദെയ്ർ അസോറിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 1915 ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തുർക്കിയിൽ നിന്ന് ദെയ്ർ അസോറിലേക്കുള്ള പാതയുടെ 2 ഭാഗത്തും അർമേനിയക്കാരുടെ ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്നുവെന്ന്. അന്ന് ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു. കൂടുതൽ ദുരിതം അനുഭവിച്ചത് സ്ത്രീകളായിരുന്നു. കാരണം സ്ത്രീകൾ വ്യാപകമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ജനറൽമാർ പട്ടാളക്കാരോട് പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ത്രീകളോട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ പെരുമാറുക എന്നായിരുന്നു. അത് മതപരമായൊരു നിർദ്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി രക്ഷപ്പെട്ടവർക്ക് വേണ്ടി ദെയ്ർ അസോറിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആരംഭിക്കപ്പെടുകയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ജൂത വംശഹത്യയിൽ മാത്രമല്ല അർമേനിയൻ വംശഹത്യയിലും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഡിസെൻട്രി പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, ബഹുഭൂരിപക്ഷവും മരണപ്പെടുന്നു. ഇനി അന്ന് സിറിയയിലുണ്ടായിരുന്ന ജർമ്മൻ ചാൻസലർ ചില റിപ്പോർട്ടിങ്ങുകൾ നടത്തിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 60,000 ആൾക്കാരെ ഒന്നിച്ച് കുഴിച്ചിട്ട കുഴികൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ സ്ഥിതി എത്ര ദയനീയമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിവസം വെറും 150 ഗ്രാം ബ്രെഡ് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന 450 കുട്ടികളെ, അനാഥ കുഞ്ഞുങ്ങളെ, അവരുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അവരെ ഇട്ടിരുന്നത് വെറും 54 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഒരു റൂമിലായിരുന്നു പോലും. വെറും 54 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഒരു റൂമിൽ 450 കുട്ടികളെ ഇടുക, അവർ ദിവസം 150 ഗ്രാം ബ്രെഡ് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര ദയനീയമായ അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, വിശപ്പ് സഹിക്കാൻ കഴിയാതെ മനുഷ്യർ കുതിരച്ചാണകത്തിനകത്ത് ധാന്യമണികൾ തിരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. കുതിര ധാന്യം തിന്നുമ്പോൾ ദഹിക്കാതെ വിസർജിക്കുമല്ലോ ചിലപ്പോഴൊക്കെ. അപ്പോൾ കുതിരച്ചാണകത്തിനകത്ത് അത്തരത്തിൽ ദഹിക്കപ്പെടാത്ത ധാന്യമണികൾ ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടു, വിശപ്പ് സഹിക്കാൻ വയ്യാതെ എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റു ചില റിപ്പോർട്ടിങ്ങുകളെ പറ്റി പറയാം. ആൾക്കാരെ കൂട്ടത്തോടെ കൊന്നു കത്തിക്കുന്ന ഒരു രീതി തുർക്കികൾക്കുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് NILI എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ചാര സംഘടനയുടെ ഭാഗമായി അന്ന് തുർക്കി ഭരണകൂടത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എലീറ്റൻ ബെൽക്കിൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിനെ വഹാക്കൻ ദാർഡ്യൻ എന്ന് പറയുന്ന അർമേനിയൻ വംശജനായ ഒരു ചരിത്രകാരൻ, അർമേനിയൻ വംശഹത്യയെപ്പറ്റി ഏറ്റവും കൃത്യമായി എഴുതിയിട്ടുള്ള ഒരു ചരിത്രകാരനും ശരിവെച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് ചുരുങ്ങിയത് 90 ഗ്രാമങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന 80,000 ആൾക്കാരെയെങ്കിലും ഇത്തരത്തിൽ ചുട്ടുകൊന്നിട്ടുണ്ട് എന്നാണ്. അന്ന് സിറിയയിൽ തടവിലായിരുന്ന ചില തടവ് പുള്ളികളും ഇതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എവിടെയെന്നറിയില്ല, പക്ഷെ വായുവിൽ മനുഷ്യ മാംസം കരിഞ്ഞതിൻ്റെ മണം ദിവസങ്ങളോളം നിലനിന്നിരുന്നു, അത് ഞങ്ങളെ ഭ്രാന്തരാക്കി മാറ്റിയെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രബലമായ രീതി എന്ന് പറയുന്നത് വെള്ളത്തിൽ മുക്കിക്കൊല്ലുക എന്നുള്ളതായിരുന്നു. ആൾക്കാരെ കൂട്ടത്തോടെ ബാർജിൽ കയറ്റുക, കടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിക്കൊല്ലുക എന്നുള്ളതായിരുന്നു.
ഫിലിപ്പ് ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞൻ, അന്ന് അദ്ദേഹം സിറിയയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ബോട്ട് ലോഡ്സ് സെൻറ്റ് ഫ്രം സോർ ഡൗൺ ദ റിവർ അറൈവ്ഡ് അറ്റ് എണ 130 മൈൽസ് 50 കിലോമീറ്റർ അവേ വിത്ത് 3/5 ഓഫ് പാസഞ്ചേഴ്സ് മിസ്സിംഗ് എന്നാണ്. അതായത് ബോട്ട് പുറപ്പെടുമ്പോഴുണ്ടായിരുന്നവരിൽ 5/3 പേരും തിരിച്ചു വരുമ്പോഴില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സ്വാഭാവികമായും കടലിൽ മുക്കി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇനി ജൂതവംശഹത്യയെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. നാസി ഡോക്ടർമാർ ജൂതന്മാരുടെ മേലെ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതേ സംഭവം അർമേനിയൻ വംശഹത്യയിലും നടന്നിട്ടുണ്ട്. കാരണം അർമേനിയൻ വംശഹത്യക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകിയവരിൽ 2 പ്രമുഖർ ഡോക്ടർമാരായിരുന്നു, മെഡിക്കൽ ഡോക്ടർമാരായിരുന്നു. ആരൊക്കെയാണത്? മുൻപ് പറഞ്ഞ ഡോക്ടർ ബഹാവുദ്ദീൻ ഷാക്കീറും അതുപോലെ ഡോക്ടർ നാസിം ബേയുമാണ്. ഇവരുടെ നേതൃത്വത്തിൽ മരുന്ന് പരീക്ഷണങ്ങൾ നടക്കുന്നു. പരീക്ഷണങ്ങളുടെ ഫലമായി ആൾക്കാർ കൊല്ലപ്പെടുന്നു. ഇനി നാസിം ബേയുടെ ബന്ധുവായിരുന്ന മറ്റൊരു ഡോക്ടർ തൗഫീഖ് റുഷ്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കുമ്മായം ഉപയോഗിച്ചുകൊണ്ട് ശവശരീരങ്ങൾ നശിപ്പിക്കുന്നതിലൊരു വിദഗ്ധനായിരുന്നു പോലും. അദ്ദേഹത്തിനായിരുന്നു പോലും ശവശരീരങ്ങൾ നശിപ്പിക്കുന്നതിൻ്റെ ചുമതല നൽകപ്പെട്ടിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മറ്റൊരു ദയനീയമായ സംഗതി എന്ന് പറയുന്നത് ഇവരുടെ സ്വത്തുക്കൾ തുർക്കി ഭരണകൂടം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ഇവരെ ദെയ്റസോറിലേക്ക് നാടുകടത്തിയതിനു ശേഷം 1915 സെപ്റ്റംബർ 13 ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്. ടെമ്പററി ലോ ഓഫ് എക്സ്പ്രോപ്രിയേഷൻ ആൻഡ് കോൺഫിസ്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഈ നിയമം അനുസരിച്ച് നാടുകടത്തപ്പെട്ടവർ ദേശദ്രോഹികളാണ്, അപ്പോൾ അവരുടെ സ്വത്ത് ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു തുർക്കി ഭരണകൂടത്തിൻ്റെ നിലപാട്. സ്വാഭാവികമായും ഇവരുടെ സ്കൂളുകളും പള്ളികളും ജന്തുക്കളും ഒക്കെ തുർക്കി ഭരണകൂടത്തിൻ്റെതായി മാറുന്നു. ആഭരണങ്ങളും ബാങ്കിലുണ്ടായിരുന്ന പണവുമൊക്കെ തുർക്കി ഭരണകൂടത്തിൻ്റെതായി മാറുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ 6 മില്യൺ തുർക്കിഷ് ഗോൾഡ് പൗണ്ടിന് സമാനമായ സ്വത്തുവകകൾ അന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് തുർക്കി ഭരണകൂടം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ആഭരണങ്ങളും ബാങ്കിലുണ്ടായിരുന്ന പണവും ഇവർ വളർത്തിയിരുന്ന മൃഗങ്ങളും ഇവരുടെ ഗൃഹങ്ങളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് 6 മില്യൺ തുർക്കിഷ് ഗോൾഡ് പൗണ്ടിന് സമാനമായ സ്വത്തുവകകൾ തുർക്കി ഭരണകൂടം കൈക്കലാക്കിയപ്പോൾ എന്തായിരുന്നു അർമേനിയൻ വംശജരുടെ അവസ്ഥ? അവർ മുൻപ് സൂചിപ്പിച്ചതുപോലെ കുതിരചാണകത്തിൽ ദഹിക്കാത്ത ധാന്യമണികൾ ഉണ്ടോ എന്ന് തപ്പി നോക്കുകയായിരുന്നു. എത്ര ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ട്രയൽ നടന്നിട്ടുണ്ട്, ഒരു വിചാരണ നടന്നിട്ടുണ്ട് 1919-20 കാലഘട്ടത്തിൽ. 3 ഭാഷകളും അപ്പോഴേക്കും തുർക്കിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അവരുടെ അഭാവത്തിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. പിന്നീട് ഓപ്പറേഷൻ നെമസിസ് എന്ന പേരിൽ അർമേനിയൻ ജനത ഒരു പ്രതികാര നടപടി കൈക്കൊണ്ടിരുന്നു. അർമേനിയൻ റവല്യൂഷണറി ഫെഡറേഷൻ എന്ന് പറയുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടന, അതൊരു രാഷ്ട്രീയ സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്യപ്പെട്ടത്. 2 ഭാഷമാരെ അവർ വധിച്ചിട്ടുണ്ട്. അത് ഇസ്മയിൽ അൻവർ പാഷയും അഹമ്മദ് കമാൽ പാഷയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കണ്ടെത്തി വധിച്ചിട്ടുണ്ട്. ഇനി അർമേനിയൻ വംശഹത്യ എല്ലാ കാലത്തും വളരെയധികം ചർച്ച ചെയ്യപ്പെടുവാനുള്ള മറ്റൊരു കാരണമുണ്ട്. എന്താണത്? അർമേനിയൻ വംശഹത്യയുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാതിരുന്നിട്ടുകൂടി ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾ അർമേനിയൻ വംശഹത്യയെ നിരന്തരം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അർമേനിയൻ വംശഹത്യ തുർക്കികൾ നടത്തിയിട്ടില്ല, തുർക്കികൾ അതിന് ഉത്തരവാദികളല്ല, തുർക്കികൾ പാവങ്ങളാണ് എന്ന തരത്തിൽ നിരന്തരം തള്ളിപ്പറയുകയും നിരന്തരം പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾക്ക് കേരളത്തിൽ പോലും വേരോട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് പോകാം. അർമേനിയൻ വംശഹത്യ സംബന്ധിച്ച് തുർക്കി ഭരണകൂടത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ളവർ എല്ലായ്പ്പോഴും വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനൊരു ഉദാഹരണമാണ് ഓർഹാൻ പാമുക്കിൻ്റെ ജീവിതം. ഓർഹാൻ പാമുക്കിനെ പറ്റി നിങ്ങളിൽ പലരും കേട്ടിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നിസ്സംശയം തുർക്കിയിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനാണ് ഓർഹാൻ പാമുക്ക്. മൈ നെയിം ഈസ് റെഡ്, ചുവപ്പാണ് എൻ്റെ പേര് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതി വളരെ പ്രശസ്തമാണ്. 2006 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരുന്നു. 2005 അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തി. ഞാൻ അർമേനിയൻ വംശഹത്യയെപ്പറ്റി സംസാരിക്കും, കാരണം തുർക്കിയിലെ അർമേനിയൻ വംശഹത്യയെപ്പറ്റി മറ്റാരും സംസാരിക്കുന്നില്ല എന്നാണ് ഓർഹാൻ പാമുക്ക് പറഞ്ഞത്. ചുരുക്കി പറയുകയാണെങ്കിൽ തൻ്റെ കൃതിയിലൂടെ അർമേനിയൻ വംശഹത്യയെപ്പറ്റി തുർക്കി ഭരണകൂടത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് പാമുക്ക് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ഫലം പാമുക്ക് അനുഭവിച്ചു. 2006 നോബൽ സമ്മാനം ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന് തിരികെ തുർക്കിയിലേക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. തുർക്കിയിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ പാമുക്കിനെതിരായിട്ട് നടന്നു. പാമുക്ക് തുർക്കി ഭരണകൂടത്തിന് അനഭിമതനായി മാറി. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഇനി
അർമേനിയൻ വംശഹത്യയെ ന്യായീകരിക്കുക വഴി കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് പോലും പ്രിയങ്കരിയായി തീർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരി അമേരിക്കയിലുണ്ട്. ഇൽഹാൻ ഒമർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരി മിനസോട്ടയിൽ നിന്നുള്ള പ്രതിനിധിയാണ്. 2019 അമേരിക്കൻ സെനറ്റിൽ ഒരു വോട്ടെടുപ്പ് നടന്നു. അർമേനിയൻ വംശഹത്യ പദവി നൽകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു വോട്ടെടുപ്പായിരുന്നു. വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇത് പാസ്സാവുക തന്നെ ചെയ്തു. എന്നാൽ ഇൽഹാൻ ഒമർ ഇതിൽ നിന്ന് വിട്ടുനിന്നു. പരോക്ഷമായി അർമേനിയൻ വംശഹത്യ പദവി നൽകുന്നതിന് ഞാൻ എതിരാണ് എന്ന് ഇൽഹാൻ ഒമർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇൽഹാൻ ഒമർ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിസ്റ്റാണ് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇൽഹാൻ ഒമറിന് ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദുഃഖങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്ത് ക്രൂരമായ തമാശയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇൽഹാൻ ഒമർ സോമാലിയയിൽ നിന്ന് അഭയാർത്ഥി വിസയിൽ മാത്രം അമേരിക്കയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ്. സോമാലിയയിൽ നിന്ന് അഭയാർത്ഥി വിസയിൽ അമേരിക്കയിൽ എത്തിപ്പെട്ട് പിന്നീട് രാഷ്ട്രീയക്കാരിയായി മാറിയ ഒരു വ്യക്തിയാണ് ഇൽഹാൻ ഒമർ. അപ്പോൾ അർമേനിയൻ വംശഹത്യയെ ഇൽഹാൻ ഒമർ പരോക്ഷമായി തള്ളിക്കളഞ്ഞപ്പോൾ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ പോലും ഇൽഹാൻ ഒമറിനെ പുകഴ്ത്തുവാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. അതിന് നിദാനമായൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2020 ഇൽഹാൻ ഒമർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമ്മുടെ അനിൽ മുഹമ്മദ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നൽകിയൊരു വാർത്തയാണിത്. വാർത്തയുടെ തമ്പനയിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇൽഹാൻ ഒമറിനെ അദ്ദേഹം വല്ലാതെ പുകഴ്ത്തിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. ഇനി അർമേനിയൻ വംശഹത്യയെ എല്ലാ കാലത്തും തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗനെ സംബന്ധിച്ചിടത്തോളം അർമേനിയൻ വംശഹത്യ ഒരു പരിധിവരെയൊക്കെ ന്യായീകരിക്കാവുന്ന ഒന്നാണ് എന്നൊക്കെയാണ് എർദോഗൻ്റെ നിലപാട്. അല്ലാന്നുണ്ടെങ്കിൽ അത് തുർക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു എന്നൊക്കെയാണ് എർദോഗൻ്റെ നിലപാട്. എർദോഗനും യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്താണ് എർദോഗൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ലോകത്ത് ഇന്ന് ഇസ്ലാമിൻ്റെ കടിഞ്ഞാണിന് വേണ്ടി വലിയൊരു കിടമത്സരം നടക്കുകയാണ്. സൗദിയുടെ നേതൃത്വത്തിൽ സുന്നികളും ഇറാൻ്റെ നേതൃത്വത്തിൽ ഷിയാക്കളും അതുപോലെ തന്നെ എർദോഗൻ്റെ നേതൃത്വത്തിൽ തുർക്കിയും ഒക്കെ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഖിലാഫത്ത് സ്ഥാപിച്ച് ഒരു ഖലീഫയായി മാറുവാനാണ് എർദോഗൻ്റെ ശ്രമം. എർദോഗൻ ഈ ശ്രമത്തിൽ വളരെയധികം മുൻപോട്ട് പോയിട്ടുണ്ട്. പല രാഷ്ട്രീയപരമായ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഹഗിയ സോഫിയ പള്ളി പിടിച്ചെടുത്ത് മോസ്കാക്കി മാറ്റിയതുപോലെയുള്ള നീക്കങ്ങൾ വഴി ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രിയങ്കരനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമായിട്ടുള്ള ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ ഒരു അവതാരിക ഞാൻ വായിക്കാം. ഇത് രജബ് തൊയ്യിബ് എർദോഗനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആധുനിക ലോകത്തെ കരുത്തരായ ഭരണാധികാരികളിൽ ഒരാളാണ് തുർക്കി പ്രസിഡന്റ് രജബ് തൊയ്യിബ് എർദോഗൻ. മുസ്ലിം ലോകത്ത് അദ്ദേഹത്തെ പോലെ ഇച്ഛാശക്തിയും നയതന്ത്രജ്ഞതയും പ്രായോഗിക ബോധവുമുള്ള മറ്റൊരു ഭരണാധികാരി ഇല്ല എന്നൊക്കെയാണ് IPHൻ്റെ ഭാഷ്യം. അപ്പോൾ അർമേനിയൻ വംശഹത്യയെ തള്ളിപ്പറയുന്നവർക്ക്, അർമേനിയൻ വംശഹത്യയെ ന്യായീകരിക്കുന്നവർക്ക് കേരളത്തിൽ പോലും വലിയ സ്വാധീനമുണ്ട്, വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഇസ്ലാമിസ്റ്റുകളോട് പറയാനുള്ളത്, ഈ ഖലീഫയെയും ഖിലാഫത്തിനെയും ഒക്കെ സ്ഥാപിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഇനി അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിൽ തങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്ന സ്ത്രീകളുടെ ശരീരം സ്വപ്നം കണ്ടുകൊണ്ട് വാളുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന യുവാക്കളെ ഇനി ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ലഭിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് ലോകത്തിൻ്റെ നിയന്ത്രണം ആർക്ക് എന്ന് തീരുമാനിക്കുന്നത് ജ്ഞാനം ആര് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ തുർക്കിക്കോ എർദോഗനോ എന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇസ്ലാമിസ്റ്റുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അർമേനിയൻ വംശഹത്യയെ പറ്റിയുള്ള ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി കാണാം.